ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. കാലത്ത് നോക്കുമ്പോൾ നല്ല വെള്ളം മുറ്റത്തും തൊടിയിലും കിണറൊക്കെ നിറഞ്ഞൊഴുകിയിട്ടില്ല. ഒരു 3-4 മഴ കൂടി പെയ്താൽ വെള്ളം എന്തായാലും കിണർ നിറഞ്ഞൊഴുകും കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് പോവുകയാണ്. ഷോപ്പിലേക്ക് പോകുമ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണത്. അപ്പോഴാണ് മുറ്റത്തൊക്കെ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ. മഴക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെയാണ് അധികം ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിണർ കണ്ടിട്ട് നിറഞ്ഞിറക്കണു, ഫുള്ളായിരിക്കണം കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പോൾ അവധിയാണ്. പിന്നെ പണികളൊന്നും ഇപ്പോൾ നടക്കണില്ല. ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ മഴ കാരണം. വിജയേട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പം മഴ കുറച്ചൊരു കുറവുണ്ട്, അതുകൊണ്ട് പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ യാത്രയൊക്കെ പറഞ്ഞു. ഞാൻ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് പോകണ വഴിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതാ കണ്ട് നിറയെ വെള്ളമാണ്. ഒരു 20 മിനിറ്റ് നടക്കാണ്ട് കേട്ടോ ഷോപ്പിലേക്ക്. കാലത്ത് 9 മണിക്ക് നടന്ന് പോവാണ് കേട്ടോ. വെള്ളിയാടുന്ന് മാന്നന്നൂരിക്കാണ് നടന്നു പോണത്. എന്നിട്ട് മാന്നന്നൂരിൽ നിന്ന് വാണിയംകുളത്താണ് ഷോപ്പ്. മഴക്കാലമായ കാരണം ചെടികളൊക്കെ അടിപൊളിയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പൂക്കളൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ഇനി ഓണത്തിന് പൂക്കളൊന്നും അന്വേഷിച്ച് പോകണ്ട, എല്ലാ സ്ഥലങ്ങളിലും പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അത് കിളികളൊക്കെ ഭയങ്കര സന്തോഷത്തിലെല്ലാം കണ്ടില്ലേ. ഇനി റെയിലിൻ്റെ മുകളിൽ കൂടെ അല്ല കേട്ടോ നടക്കണത്, താഴത്ത് കൂടെയാണ് നടക്കണത് കേട്ടോ. നടന്ന് പോകുമ്പോഴും ഇവിടെയൊക്കെ വെള്ളമാണ് കെട്ടി നിൽക്കണത്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് റെയിലിൻ്റെ മുകളിൽ കൂടെ നടക്കണ്ടെന്ന് കൂട്ടുകാർ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഇതിനുള്ളിൽ വല്ല പാമ്പോ ചേമ്പോ ഒന്നും ഉണ്ടെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ മുകളിൽ കൂടെ പോകേണ്ട വെച്ചിട്ടാണ് താഴത്തെ കൂടെ മെല്ലെ ഇറങ്ങിയിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ചളിയായ കാരണം ഇനി കുറച്ച് ദൂരത്തെയാണ് ഞാൻ മുകളിൽ കൂടെ നടക്കും. ഇപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ പാടാണ്. അവിടെയൊക്കെ ഈ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത മഴയ്ക്ക് നല്ലൊരു കോള് വരുന്നുണ്ട്. ഇനി ഇവിടെ തടയണയൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ടുണ്ട്. പുഴ ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. തടയണ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മാന്നന്നൂർ സ്റ്റേഷൻ്റെ അവിടെ എത്താറായി കേട്ടോ. അപ്പോഴും ഇത് നടന്ന് പോകണ വഴിക്കൊക്കെ ഇതാ വെള്ളമാണ് കണ്ടില്ലേ. അത് പാലത്തിൻ്റെ അടിയിൽ പാലം നിൽക്കുന്നുണ്ട്. ആ പാലുണ്ട് അവിടെ. ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ പോണ വെള്ളമാണിത്. ബസ് വരാൻ നേരം വൈകിട്ടോ. കാരണം വീഡിയോ എടുത്ത് നടന്നാൽ ബസ്സൊന്നും കിട്ടില്ല. പിന്നെ 9:25 കഴിഞ്ഞാൽ പിന്നെ 10:15 അപ്പോൾ അതുവരെ അങ്ങനെ നിൽക്കണം. വേഗം കൂട്ടുകാർക്കും വീഡിയോ കാണിക്കാൻ വിചാരിച്ചിട്ട് വേഗം വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ രാത്രി വീട്ടിൽ പോയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് മുന്നേ നേരത്തെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നിറയെ വെള്ളം, ചളിയും വെള്ളം, നടക്കാൻ പറ്റാത്ത അത്രയും ചളിയാണ്. ഇപ്പം നമുക്ക് തോന്നുന്നു വേനൽക്കാലമായി കിട്ടിയിരുന്നെങ്കിൽ തോന്നും കേട്ടോ. വേനൽക്കാലമായി തോന്നും നമുക്ക് മഴക്കാലം വന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ മഴക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ്, മഴ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ വെറുക്കില്ല. ചളി വന്നാലും വേണ്ടില്ല, മഴ നനഞ്ഞാലും വേണ്ടില്ല. മഴ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ബസ് വന്നു കേട്ടോ. ബസ് വന്നു. ഇനി ബസ്സിൽ കയറട്ടെ. ബസ്സിൽ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയിടാറുണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ കണ്ടക്ടർ തന്നെയാണ് പ്രസാദേട്ടൻ. അപ്പോൾ പ്രസാദേട്ടനെ ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അവർക്കൊക്കെ അറിയാം, ഞാൻ ചാനലുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. ചെറിയൊരു വിശേഷമായിട്ട് വന്നതാണ്. ഇതന്നെയായിരുന്നു ചെറിയ വിശേഷങ്ങൾ കേട്ടോ കൂട്ടുകാരെ. മഴക്കാലത്ത് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ.
എൻ്റെ ചൂല് നാശമായി അപ്പോഴേക്കും ചൂല് ആ പിടിക്കണ അതുകൊണ്ടോ അതുങ്ങൾ പോന്നു കയ്യിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. എല്ലാവരും കമൻറ്റ് തന്നാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കമൻറ്റ് തരേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുപോലെ അത് എഴുതാൻ അറിയുന്നില്ലെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ, എന്നാലും റിപ്ലൈ എന്തെങ്കിലും ഞാൻ കൊടുക്കാതിരിക്കില്ല എൻ്റെ കൂട്ടുകാർക്ക്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സുന്ദരമായിട്ട് ഇതാ മാങ്ങ തന്നിട്ടുണ്ട്, പിന്നെ 5-6 നെല്ലിക്ക തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ അവസാനിക്കാറായി. സുന്ദരേട്ടനൊക്കെ ഇവിടെ അടുത്തന്നെ വീട്, ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക്. പിന്നെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. വീട് ഈ സൈഡ് ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ വീടൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ സുന്ദരേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാര്യ മക്കളൊക്കെ ഞാൻ കണ്ടു. കാരണം ആളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വീട് എവിടെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പരിചയമായിട്ടാണ് സുന്ദരേട്ടൻ എന്ന വ്യക്തിയെ ഇവിടെ കടയിലേക്ക് എപ്പോഴും വരാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വീഡിയോ കഴിയാറായിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. സുന്ദരേട്ടൻ അവിടെ ദുഃഖത്തിലിരിക്കുന്നുണ്ട് കസേരമ്മ. എന്താ ചോദിച്ചിട്ടൊന്നും പറയണില്ല, എന്താണെന്ന് അറിയില്ല. ആൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും, എന്തോ അറിയില്ല. എന്തായാലും അവിടെ ഇരിക്കേണ്ട ആൾ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ കേട്ടോ. കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട്. എൻ്റെ ഡ്യൂട്ടി